നാരായണ 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 നാരായണ. നന്ദ മഹാരാജാവിൻ്റെ മഹാസൗഭാഗ്യം തന്നെ. ഹാ ആ താമര കണ്ണുകളും കുഞ്ഞി കുഞ്ഞി കവിളുകളും. എന്താ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെയെങ്കിൽ ഭഗവാന്റെ ആദിപരാശക്തിയായ രാധാറാണിയും എവിടെയെങ്കിലും അവതരിച്ചിട്ടുണ്ടാകും. പക്ഷേ എവിടെയാണ്? എത്ര വീടുകളിൽ ഞാൻ പോയി അന്വേഷിച്ചു, പക്ഷെ അവിടെയൊന്നും കണ്ടെത്താനായില്ല. ദാ ആ വീടും കൂടി പോയി നോക്കാം. നാരായണ 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 നാരായണ. ആരാണ് വരുന്നത്? അല്ലയോ മഹാമുനെ, മുനെ വന്നാലും വന്നാലും. പ്രണാമം മഹാരാജൻ. അല്ലയോ മഹാരാജൻ, നാം വൃന്ദാവനത്തിലെ ഓരോ വീടുകളും പോയി ഇവിടെ വന്നതാണ്. അല്പം മുമ്പ് ഞാൻ നന്ദഭവനത്തിൽ പോയിരുന്നു. നന്ദകുമാരൻ്റെ സുന്ദരമായിട്ടുള്ള ദർശനത്തിന് ശേഷം അടിയനിവിടെ എത്തിയതാണ്. നാരായണ നാരായണ. തീർച്ചയായും ഉപവിഷ്ടനായല്ലോ. അങ്ങ് എവിടെ നിന്നാണ് ഇപ്പോൾ ആഗതനായിരിക്കുന്നത്? നന്ദഭവനത്തിൽ പോയിരുന്നു മഹാരാജൻ. നന്ദ മഹാരാജാവിൻ്റെ പുത്രനെ കണ്ട് ഇവിടെ വരികയാണ്. അങ്ങ് എവിടെയായിരുന്നാലും അവിടം തീർത്ഥസ്ഥാനമാണല്ലോ. നാരായണ നാരായണ. അല്ലയോ മഹാരാജൻ, ധർമ്മനിഷ്ഠനായ അങ്ങ് സമ്പന്നനും ഐശ്വര്യവാനും കീർത്തിമാനുമാണ്. എന്നാലും ചോദിക്കുകയാണ്, അവിടത്തേക്ക് ഇവിടെ സൗഖ്യം തന്നെയല്ലേ? സൗഖ്യം തന്നെ എന്ന് പറയാൻ കഴിയില്ല മുന്നേ. എന്താണ് മഹാരാജൻ? എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ, എന്താണത്? തീർച്ചയായും ഞാൻ ദുഃഖിതനാണ് മുന്നേ. കാരണം ഞാൻ അങ്ങയോട് പറയാം. എനിക്ക് ഈയിടെയായി ഒരു പുത്രി പിറന്നിരിക്കുന്നു. നാരായണ നാരായണ. ഒരു പക്ഷേ ഞാൻ അന്വേഷിക്കുന്ന ഭഗവാന്റെ ആദിപരാശക്തിയായ ശ്രീമതി രാധാറാണിയുടെ അവതാരം ഈ ഗൃഹത്തിലായിരിക്കുമോ? അതിനെന്താണ് മഹാരാജൻ? അത് നല്ലൊരു കാര്യമല്ലേ? നല്ലൊരു കാര്യം തന്നെ മുനെ, തീർച്ചയായും. പക്ഷേ എൻ്റെ പുത്രി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അതീന്ദ്രിയ സൗന്ദര്യമുള്ളവളാണ്. അതും എനിക്ക് സന്തോഷം തന്നെ. പക്ഷേ അവൾ ജനിച്ച നിമിഷം തൊട്ട് ഇതേവരെയായി കണ്ണൊന്ന് തുറന്ന് കണ്ടിട്ടില്ല മുനെ. അവൾ ജന്മനാൽ തന്നെ അന്ധയും ബധിരയും ഊമയുമാണ് മുനെ. അതാണ് എന്നെ അലട്ടുന്ന ദുഃഖം. എനിക്കിത് സഹിക്കാൻ വയ്യ. അല്ലയോ കൃഷിവര്യ, അങ്ങയുടെ ദിവ്യ ദർശനം നൽകി എൻ്റെ പുത്രിയെ അനുഗ്രഹിച്ചാലും. തീർച്ചയായും മഹാരാജൻ. നാരായണ നാരായണ. വരൂ, വന്നാലും വന്നാലും മുനെ. നമ്മുടെ പുത്രി കണ്ടില്ലേ, അവൾക്ക് ദിവ്യദർശനം നൽകിയാലും. ഇത് സത്യമാണോ? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായിക അവതരിച്ചിരിക്കുന്നു. രാജേശ്വരി, സർവേശ്വരി, വൃന്ദാവനേശ്വരി, രാധാറാണി അവതരിച്ചിരിക്കുന്നു.
മഹാദേവി, മഹാറാണി, ആ സൗന്ദര്യം ഏത് വാക്കുകൊണ്ട് അധികം വർണ്ണിക്കും. ആ കണ്ണുകൾ അവിടുത്തെ കാണുമ്പോൾ ഭഗവാനോടുള്ള എൻ്റെ പ്രേമം അതിൻ്റെ സകല സീമകൾ ലംഘിച്ച് പൊട്ടിയൊടുക്കുന്നു ദേവി. ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോൾ പോലും ഇത്രയും ആനന്ദം അടിഞ്ഞ് ലഭിച്ചിട്ടില്ല. ഇന്ദ്രലോകം, ബ്രഹ്മലോകം, രുദ്രലോകം എന്നിവിടങ്ങളിലെല്ലാം അടിയൻ യാത്ര ചെയ്തിട്ടുണ്ട്. പാർവതി ദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി ഇവരെല്ലാം അടിയൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ സൗന്ദര്യം ഈ പരിശുദ്ധമായ നിഷ്കളങ്ക സൗന്ദര്യത്തിൻ്റെ ഒരംശമെങ്കിലും വരുമോ? എന്തിനേറെ പറയുന്നു, സാക്ഷാൽ മഹാദേവനെ മോഹിപ്പിച്ച എൻ്റെ പ്രഭു ശ്രീഹരി മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപവും അടിയൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സൗന്ദര്യം ഈ സൗന്ദര്യത്തിൻ്റെ സ്പർശിക്കാൻ പോലും ആവുകയില്ല. അല്ലയോ ദേവി, കൃപ ചൊരിയണേ. ഈ ദാസന് യോഗ്യതയുണ്ടെങ്കിൽ മാത്രം ദയവായി അവിടുത്തെ കിശോരി രൂപം കാണിച്ചു നൽകണേ. മഹായോഗസ്വരൂപിണി ഭഗവാന്റെ റാതിനി ശക്തി, അവിടുന്നാണ് വേദമാതാവ്, അവിടുന്നാണ് ശ്രുതികളുടെ മാതാവ്, ബ്രഹ്മഗായത്രിയും അവിടുന്നാണ്. അല്ലയോ ആദിപരാശക്തി ദേവി, ആദിപരാശക്തി അവിടുന്നാണ്. ഭഗവാന് അവിടുത്തേക്കാൾ പ്രിയപ്പെട്ടവരായി ത്രിലോകങ്ങളിലും മറ്റാരും തന്നെ ഇല്ല ദേവി. അല്ലയോ മഹാദേവി, കൃപ ചൊരിയണേ. സദാ ഭഗവാന്റെ സ്മരണയിൽ മുഴുകിയിരിക്കുന്ന അവിടുത്തേക്കാൾ പ്രിയപ്പെട്ടവരായി ഭഗവാന് വേറെ ആരും തന്നെയില്ല ദേവി. ഈ ബദ്ധനായ മൂഢങ്ങൾ കൃപ ചൊരിയണേ. പക്ഷേ ഒത്തിരി ബദ്ധ ജീവാത്മകൾ ഈ ലോകത്തിലുണ്ട്. അവരുടെ മേലും കൃപ ചൊരിയണേ ദേവി, കൃപ ചൊരിയണേ ദേവി.